ഇത് നാടൻ പടവലല്ലേ? നാടൻ പടവലം. ഇതിപ്പോ എന്തോരം സെന്റ്, എത്ര സെന്റിലാണിത്? 3/4 ഏക്കർ സ്ഥലം ഉണ്ട് അല്ലേ? അതിൻ്റെ പാവല് എത്ര? 1 ഏക്കർ? 1.5 ഏക്കർ. ഇത് ഒരു 3/4 ഏക്കറോളം വരും. വാഴയോ? വാഴ 1.5 ഏക്കർ. 1.5 ഏക്കർ. അപ്പം ഈ 3 കൃഷിയാണ് അല്ലേ? വാഴയും പടവലും. എന്തായാലും ഇങ്ങനെ. അപ്പം നിനക്ക് പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു കാർഷിക അല്ലാണ്ട് അവരുടെ ഇന്ന് ഹെൽപ്പൊന്നുമില്ല? അല്ല, ഇങ്ങനെ വലിയ ഈ കാർഷിക ഇതിലൊക്കെ മേഖലയുള്ളവർക്ക് അവർ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ, സബ്സിഡി ഒക്കെ കൊടുക്കേണ്ടതല്ലേ വളത്തിനും? എല്ലാ വർഷവും നമുക്ക് പന്തലിന്റെ പൈസയൊക്കെ കാര്യങ്ങൾ എന്തെങ്കിലും കിട്ടണ. അത് കഴിഞ്ഞ വർഷം അതൊന്നും ഒരു ഒറ്റ കൃഷിക്കാർക്കും കിട്ടിയിട്ടില്ല. പഞ്ചായത്തിന്റെ ഇതിലൊരു പറമ്പൊരുക്കൽ എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി ഉള്ളതാണ്, അതുമില്ല. പിന്നെ കൃഷിഭവനിൽ നിന്ന് ഒരു 2 ഏക്കർ ഭൂമിയിൽ കൃഷി ചെയ്യുമ്പോൾ നമുക്കൊരു എങ്ങനെയാ വെച്ചാൽ 10-35,000 രൂപ 40,000 താഴെ പഞ്ചായത്തിൽ നിന്ന് തന്നോണ്ടിരുന്നതാണ് നേരത്തെ. ഇപ്പൊ അത് കഴിഞ്ഞ വർഷത്തെ പൈസ ഒന്നും ആർക്കും ഒരൊറ്റ കൃഷിക്കാർക്കും കിട്ടിയിട്ടില്ല. തരും എന്ന് പറയുന്നുണ്ട്, പക്ഷെ എന്താ അറിയില്ല. അല്ല, ഇത്ര വലിയ മഴ പെയ്തിട്ട് ഇവിടെ വെള്ളം കെട്ടാണ്ട് കിടക്കുന്നത് വലിയൊരു കാര്യം തന്നെ. ആ ഭാഗത്തേക്ക് ഒലിച്ചു പോകൂലേ? കനാലിൽ, പുഴയിലേക്ക്. ഇത് മണൽപ്പറ്റുള്ള സ്ഥലമല്ലേ, അപ്പൊ അങ്ങോട്ട് വലിഞ്ഞു പോകും. ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പയ്യനത്തല്ലേ ഇപ്പൊ ബാബു? അല്ലല്ലേ, ഞാൻ ഇപ്പൊ കണ്ണാറ കരടിയാളാ. അവിടുന്ന് എത്ര മണിക്ക് വരും ഇവിടെ? ഞാനിപ്പോ ഈ പണിക്കാരുള്ള കാരണം ഇവരെ കൊണ്ടുവരണമെങ്കിൽ തന്നെ ഞാൻ 6:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ചായയും കാര്യങ്ങളും കൂടി കഴിഞ്ഞ് പിന്നെ ഇവരെ ഓരോരുത്തർ ഷിഫ്റ്റ് ചെയ്യണ്ടേ. പച്ചക്കറിക്ക് പണിക്ക് ആള് വേണം കൂടുതൽ. ഇത് ചാണകം കോരാനൊക്കെ ആയിട്ട് ലേഡീസ് വേണം. അപ്പൊ ഭക്ഷണം കൊണ്ടുപോരുമോ? ഭക്ഷണം കാലത്തെ അവിടെ നിന്ന് വാങ്ങിപ്പോരും. പിന്നെ ഉച്ചത്തേക്കുള്ളത് അവര് പണിക്കാർ കൊണ്ടുവരും. നമ്മള് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു 2-3 മാസമായി. കാലത്ത് ഇവിടെ എത്തി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം പോകാൻ പറ്റില്ല. അല്ല, അതങ്ങനെ നടക്കുള്ളൂ. നമുക്ക് വേറെ ഇതില്ലല്ലോ. ഈ മണ്ണിനോട് കിടന്ന് മല്ലടിച്ച് ഇതൊരു എഴുതി വെച്ചാൽ ഇതിൽ 1 വർഷത്തിൽ കൂടുതൽ പിന്നെ ചെയ്യില്ല. കണക്ക് എഴുതി വെക്കാതെ പോയിക്കൊണ്ടിരിക്കണം. കണക്ക് എഴുതി വെച്ചാൽ 1 വർഷത്തിൽ കൂടുതലൊരു കൃഷിക്കാരൻ മുന്നിലേക്ക് പോവില്ല. പിന്നെ കഴിഞ്ഞ വർഷമൊക്കെ എന്ന് പറഞ്ഞാൽ നേന്ത്രക്കായ് ഓണ സമയത്ത് ഈ സമയത്തൊക്കെ 18 രൂപ 20 രൂപയ്ക്കൊക്കെയാണ് നമ്മൾ കൊണ്ടുപോയി ഓരോ കടകളിലും വാതക കൊണ്ടുപോയി കൊടുത്തോണ്ടിരുന്നത്. ഇപ്പൊ ഈ വർഷത്തിന് വിലയുണ്ട്. അപ്പൊ വാഴകള് കംപ്ലീറ്റ് കേട്. വാഴ എന്താ കർഷകരെല്ലാരും നിർത്തി പോവാ, ആർക്കും പറ്റണില്ല. ഈ ഫീൽഡ് കൊണ്ടുനടക്കാൻ പറ്റണ്ടേ? ഒരു ചാക്ക് വളം കഴിഞ്ഞ ഫാക്ഷൻ ബോസിന് 1700 ചില്ലാൻ 600 ചില്ലാൻ 600 രൂപ ഉണ്ടായിരുന്നത് ഇപ്പൊ 2300 അടുത്തേക്ക് എത്തി, 300-400 അടുത്തേക്ക് എത്തി. അപ്പൊ ഓരോ ദിവസവും മറ്റേ ഇത് കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണാനും കോഴിക്കാട്ടുമാണ് ഇത് മൊത്തം കിടക്കുന്നത്. ഇപ്പൊ നമ്മള് ചാണകവെള്ളവും നമ്മുടെ ഈ നാട്ടിൽ തന്നെയുള്ള വാങ്ങിക്കൊണ്ടിരണം. ഈ മേലിൽ കാണുന്ന മുഴുക്കനും ചാണകപ്പൊടിയും കോഴിക്കാട്ടങ്ങളുമാണ്. ഇവർക്ക് കൂടുതൽ വേണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ജൈവവളം തന്നെയാണ് കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ജൈവവളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാണ്ട് മറ്റേ രാസവളം ഒന്നും ഇപ്പൊ എന്ത് ഒരു പുക മാത്രമേ ഉള്ളൂ. അതിന് പാവലിനും പടവലിനും എപ്പോഴും ചാണാനും പിണ്ണാക്കും മറ്റുള്ള ചവറ് വെക്കേണ്ടതിന്. ഇത് വർഷക്കാലം ആയാണ് ചവറ് വെക്കേണ്ട. ഈ പറഞ്ഞ മാതിരി നമുക്ക് വലിയ കുഴപ്പമുണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫെയിലായി തുടങ്ങി. ഈ ഓരോ വർഷവും കാറ്റും മഴയും വെള്ളം കെട്ടും കൂടുതൽ വരുമ്പോ അപ്പൊ അത് നമ്മളെ ശരിക്കും ബാധിച്ചു. പിന്നെ അപ്പൊ നിനക്ക് പശുവും ആടക്കില്ലേ? ഇനി അടുത്ത വർഷം പോലെ അത് സെറ്റ് ചെയ്യാ. പശു കറക്കണ പശുവിനെ അടിക്കില്ല. 2-3 പോത്ത് കുട്ടികളുണ്ട്. ഇല്ല, മേടിച്ചിട്ടില്ല, ഉണ്ടായിരുന്നു. അവരൊക്കെ ഞാൻ ഒഴിവാക്കിയതാ. വയ്യാണ്ടാവുക ഈ ഉദ്ദേശിക്കുന്ന ഒരു രൂപത്തിലല്ല. ഇപ്പൊ ഇത്രയും 2 ചേച്ചിമാരുണ്ട്. ഇലയൊക്കെ നുള്ളി കളയണം നമ്മള്. മൊത്തം വെളുപ്പാക്കണം, 12 വെളുപ്പാക്കണം. അല്ലെങ്കിൽ കറ വീഴും ഈ കായ. അത് ശരി. നിൽക്കുമ്പോ അതിന്റെ ഒരു കറ വീഴും. എന്നിട്ടും തെരച്ചിലാണ്. 600 കിലോ കായ പറിച്ചു കഴിഞ്ഞിട്ട് അതിലുണ്ട് 10-75 കിലോ കായ ചെലവ്. ഇങ്ങനെ കാണുന്ന കായ കൊണ്ടുപോയില്ല. വളവുള്ളത് അല്ലേ? വളവുള്ളത് ചെറിയൊരു പുള്ളിക്കുത്ത്, ചെറിയൊരു കറവറപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോയില്ല അവര്. ശരി. അതെന്താ വെച്ചാൽ അത് അവിടെ നമ്മളിപ്പോ ഇതിപ്പോ അവര് എവിടുന്നാ വരണത്? തൃശ്ശൂരിന്ന് എടുക്കാൻ പറഞ്ഞേ, മാർക്കറ്റിൽ നിന്ന്? അല്ലല്ല, ഇത് ഇവിടുന്ന് ഇളനാട്ടുകാർ വന്നിട്ടാണ് കൊണ്ടുപോകണേ. ഇളനാട് അവിടേക്കൊക്കെ കയറ്റി വിടും. ലോഡ് പോകാം. പടവലുണ്ട് അപ്പുറം. അതൊന്നും നോക്കാം.
അല്ല ഇത് എന്തേനും കയ്പയ്ക്കാണത്? ഹൈബ്രിഡ്. അപ്പുറത്ത് നാടനാണ്. ആ ഇതിനിങ്ങനെ നീളത്തിന് ഇത് വരിക അല്ലേ? നീളം കൂടും. അവർക്ക് അതിനോട് ക്രേസ്. ആ ഇത് ഈ ഇല പൊട്ടിച്ച് കളയണം അല്ലേ? ആ അതുമിലേക്ക് പഴുത്ത് നിൽക്കുമ്പോ കായ ഉണ്ടാവുമ്പോ ഇതിനകത്ത് കറഫലം വീഴും. ഓ പാവൽ പന്തൽ എപ്പോഴും ഫ്രഷ് ആയി കിടക്കണം. അല്ലെങ്കിൽ ഈച്ചയും അണുക്കളും കണ്ടമാനം പഴുത്തലി അതങ്ങനെ പറ്റില്ല. അങ്ങനെ നമ്മൾ ഉള്ളി കളയും. ഇപ്പൊ ഈ മഴ വന്നില്ലേ, ഇനി ഇത് മൊത്തം എടുപ്പാക്കിയിട്ട് ഇനി മരുന്നടിക്കണം. അപ്പൊ നിന്റെ കൂടുതൽ ആൾക്കാർ ഇങ്ങനത്തെ കൃഷി കാര്യങ്ങളൊക്കെ അറിയട്ടെ, ആൾക്കാർക്കൊരു പ്രചോദനമാവട്ടെ. കുറച്ച് ഇങ്ങോട്ട് ഉള്ളിലേക്ക് പോകുന്നത് ഈ സ്ഥലത്തിനെ പറഞ്ഞ കൊലയാനക്കുഴി. അപ്പൊ ഇതിന്ന് ഇപ്പൊ എത്ര വിളവെടുപ്പൊക്കെ നടന്നുണ്ടാവും? 5 വിളവെടുപ്പ് നടന്നു. ആ ഇത് ഈ സ്ഥലത്ത് വെള്ളം കിട്ടുമോ? ഇല്ല അല്ലേ? വെള്ളം ഡാമിൽ വിട്ടാൽ വെള്ളം കിട്ടും. കിട്ടില്ല. ഈ വർഷത്തെ കാലാവസ്ഥക്ക് ഇപ്പൊ ഇതുവരെയും പ്രശ്നമില്ല. ഇങ്ങനെ നീ പറഞ്ഞപ്പോ റോഡ് സൈഡിൽ നിന്ന് കാണാന്ന് പറഞ്ഞപ്പോ അങ്ങനെ നോക്കി വന്നായി. അതെ അല്ല ഇത് നിനക്ക് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ വന്നേനെ. അപ്പൊ അങ്ങനെ ഞാൻ ഇത് ഒഴിവാക്കിട്ടു. ഇത് വെള്ളം കയറി ഈ ഹൈറ്റിൽ ഇതൊന്നും ഇല്ല, പുല്ല് ഇതിനും വലിയ ഹൈറ്റിൽ ഇങ്ങനെ പുല്ല് കയറി നിൽക്കായിരുന്നു. അപ്പൊ ഞാൻ അതിനെ മൊത്തം എടുപ്പാക്കി ഇട്ടു. അപ്പൊ ഇതിലാണ് ഞാൻ 3 വർഷമായിട്ട് വാഴ വെച്ചോണ്ടിരിക്കുന്നത്. അത് എന്തോരം സ്ഥലം വെച്ചേക്കണത്? 1.5 ഏക്കർ സ്ഥലം. 1.5 ഏക്കർ സ്ഥലം വാഴയാ. അപ്പൊ ബാബുവിനെ സഹായിക്കണത് ആരാ? നമ്മളെ സഹായിക്കുന്നത് നമ്മള് തന്നെ കൂലിക്കാരുണ്ട്. അല്ല ആണുങ്ങളായിട്ടുള്ള ആണുങ്ങളൊരു ഉണ്ണി എന്ന് പറഞ്ഞ ഒരാള് ഉണ്ട് അല്ലേ? അല്ല ഇതിന് ഊന്ന് കൊടുക്കുകയും ഇത് നോക്കുകയും ഒക്കെ വേണ്ട. ഒരാള് വേണം. റബ്ബർ വേറെ പറമ്പാ. ഇപ്പുറത്തേക്ക് ഇതിപ്പോ അവിടെ അങ്ങ് റോഡ് വരെ ഉണ്ട്, നീളത്തിലാണ്. അത് ശരി. അപ്പൊ ഇത് വേനൽക്കാലത്ത് ഇനി പടവലും അല്ല ഇത് പടവലും കോവലും ഇടും. ഇതിപ്പോ ഇതിന്റെ പണി അപ്പൊ ഇതിപ്പോ ഇതിവിടെ കൃഷി തുടങ്ങിയിട്ട് 1 വർഷമായി ഈ സീസണിൽ അല്ലേ? എന്ന് പറഞ്ഞാൽ മെയ് മാസം തൊട്ട് തുടങ്ങി. മെയ് മാസം തൊട്ട് തുടങ്ങി പണി കുറച്ച് എടുത്തിട്ടുണ്ട്. അവിടേക്ക് എങ്ങനെ പോവാ വാഴത്തോട്ടത്തിലേക്ക്? അപ്പുറത്ത് വഴിയുണ്ട്, അതിലൂടെ തന്നെ റൗണ്ട് അടിച്ച് പോകും. ഇതിലെ കിടക്കാൻ പറ്റില്ല. ഇത് കനാലാ? ഇത് പുഴയാണ്. പുഴയാണ്. നമ്മുടെ പുഴയാണത്. അത് ശരി. ഇതിലെ കിടക്കാൻ പറ്റില്ല അല്ലേ? ഇതില് ഞങ്ങള് കടന്നു പോകും, നിങ്ങൾക്ക് പറ്റില്ല. അതിന് ഞങ്ങക്ക് എന്താ പറ്റാത്ത? ഇതില് വെള്ളം ഉണ്ട്, ഇന്ന് വെള്ളം കൂടുതലെന്ന്. അല്ലെങ്കിൽ ഞങ്ങള് നമ്മളാ കണ്ട പുഴയാവും. അതേന്ന്. നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. അടിപൊളിയല്ലേ? അപ്പൊ എങ്ങനെയാണ് ബാബുവിന് ഇങ്ങനെ ഈ കൃഷിപ്പണിയൊക്കെ ആയിട്ട് ഒരു ഇൻസ്പിറേഷൻ വന്നത്? ഇൻസ്പിറേഷൻ ജീവിതത്തില് കാരണവന്മാരായിട്ട് കൃഷിയല്ലേ, അപ്പൊ അതിന്റെ ഒരു ഇത് നമ്മുടെ രക്തത്തിൽ ഉണ്ടാവുമല്ലോ അല്ലേ? അത് അങ്ങനെ റേസ് കൂടുതലായി. പിന്നെ ഞാൻ ഇപ്പൊ 13-14 വർഷമായി നേന്ത്രവാഴ തന്നെ വെച്ചുകൊണ്ട് പോണു. നേന്ത്രവാഴയും പച്ചക്കറിയായിട്ട് ഇതിനോട് കൂടുതല്. അല്ല ഇതിങ്ങനെ ഈ വലിയതായിട്ട് കൃഷി മേഖലയിലായിരുന്നു കൂടുതൽ കൃഷി. അന്ന് അവിടെ 2000-2500 വാഴ വയ്ക്കും. ഈ മേഖലയിലേക്ക് വന്നപ്പോ ഇവിടെ ഒരു 1500 വാഴ നിൽക്കും, മാരാക്കിൽ ഒരു 500 വാഴ നിൽക്കും. അങ്ങനെ വാഴയിലും ഇങ്ങനെ പോയിട്ടുണ്ട്. വാഴയില് എല്ലാ വർഷവും കാശ് ഒക്കെ. ഇനിയിപ്പോ 4 വെയിൽ കണ്ടെങ്കിൽ ഒക്കെ പഴുപ്പ് കൊടുക്കും തരും. ഭയങ്കര പ്രശ്നമാവും. വെയില് പറ്റില്ല. വെയില് പറ്റില്ല. ഇനിയിപ്പോ ഓണത്തിനൊക്കെ നല്ലോണം ഇതൊരു വിളവെടുപ്പൊക്കെ. ഓണം ഇനിയിപ്പോ 20 ദിവസമുള്ള ഒരു 4 വിളവെടുപ്പ് കിട്ടും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 10 രൂപയ്ക്ക് 8 രൂപയ്ക്കും പറിക്കാൻ മുതലാവില്ല. അങ്ങനത്തെ ഒരു സംഭവം വരും. ബാബു ഈ പടവലും പാവലും കൃഷി ചെയ്യണ ഈ സ്ഥലത്ത് നിന്ന് നിനക്ക് ഈ നേന്ത്ര വാഴ കൃഷിയിൽ അവിടേക്ക് കിടക്കണമെങ്കിൽ പുഴ കിടക്കണം അല്ലേ? ഇത് ഭയങ്കര ഒരു ചലഞ്ചിങ് ത്രില്ലാണല്ലോ. അപ്പോൾ മഴ വെള്ളം കൂടി കഴിഞ്ഞാൽ കിടക്കാൻ ബുദ്ധിമുട്ടല്ലേ? ചുറ്റി വരണം. ഇത് സൂപ്പറാട്ടാ.
വെട്ടിയത് കഴിഞ്ഞിട്ട് വെടുപ്പാക്കിയിട്ടല്ലേ അടുത്ത കൃഷി ചെയ്യുള്ളൂ. അപ്പൊ ഇത് എത്ര, ഇത് 1.5 ഏക്കർ സ്ഥലം നിന്നല്ലേ പറഞ്ഞേ? 1.5 ഏക്കർ നേന്ത്രവാഴ മാത്രം, വേറെ പാളംകോടനും പൂനൊന്നുമില്ല. അപ്പൊ ഇത് എന്ത് തന്നെ അത്? ഇത് ഭയങ്കര ഹൈറ്റുള്ള വാഴയാണല്ലോ. ഏതാ? തേനി. ആ, ഇത് നല്ലോണം ഹൈറ്റിലെ കൊലിക്കുക അല്ലേ? ആ, നല്ല ഹൈറ്റ് ഉള്ളമേ നല്ല കൊല ഉണ്ടാവും അല്ലേ? അയ്യോ, അതൊക്കെ വലിയ നഷ്ടം തന്നെ അല്ലേ? അപ്പൊ ഇതിന് ഈ ഊന്നൊക്കെ എന്താ കൊടുക്കണത്? എന്ത്? ആ, വള്ളി കൊണ്ട് കെട്ടി. അപ്പൊ അടുത്തുള്ള കവുങ്ങുമ്പലിക്കും അങ്ങനെയൊക്കെ വലിച്ചു കെട്ടു അല്ലേ? അയ്യോ, ദേ ഒടിഞ്ഞു കിടക്കണ കൊലയൊക്കെ. അതിൻ്റെ ഉള്ളിൽ കൂടെ ജാതിയൊക്കെ ഉണ്ട് അല്ലേ? ആ, തേനി ഇനം ഇതാണ് നേന്ത്രക്കായ. അപ്പോൾ ഈ ലോഡൊക്കെ ഇവിടുന്ന് നീ ഇത് വിളവെടുപ്പ് നടക്കുമ്പോൾ ലോഡ് ഏതാ? തമിഴ്നാട്ടിലേക്കാ? എവിടേക്കാണ്? ആ, അവര് സ്ഥിരം വരണ്ടല്ലേ? ആ ആ, ഈ കായ ഇങ്ങനെ തുടം വയ്ക്കില്ലേ നല്ലോണം? ഇത് മറിഞ്ഞു അല്ലേ? തേങ്ങയൊക്കെ വീണ് എടുക്കണ്ടല്ലോ. ഇത് സ്ഥലം ഒരൊറ്റ ആളുടെയാ? ഒരാളുടെ? ആ, ഈ പുഴയ്ക്ക ഇപ്പുറപ്പുറം അല്ലേ? അത് വേറെ പറമ്പ്. അത് ഒടിച്ചിലൊക്കെ ഇത് അങ്ങനെ ഒടിയില്ല അല്ലേ? ഇത് കൊല വലുതായി എന്ന് വിചാരിച്ച് ഓടിക്കോ? ഇതൊക്കെ ഏറെക്കുറെ നമ്മള് ഓണത്തിനോട് അനുബന്ധിച്ച് ചാക്കിട്ടാണ് എല്ലാ കൊലയും ഓണത്തോട് വെട്ടിത്തീരും. ഇത് എങ്ങനെയാ അതിന്റെ മുകളിൽ ചാക്ക് ഇട്ടത്? എങ്ങനെയാ? അത് നമ്മള് കോണി വെച്ച് കയറും. ഇതൊക്കെ എക്സ്പീരിയൻസ് അല്ലേ? കോണി വെച്ച് കയറും. അത് ശരി, നല്ലൊരു പണിയുണ്ട് പിന്നെ അല്ലേ? ചാക്കൊക്കെ ഇടണെങ്കിൽ അത് വാഴ ഒടിയാണ്ട് കെറ്റി വെച്ച് കയറണ്ടേ? ഭയങ്കര ഹൈറ്റിലാ നിക്കണത്. എന്ത് കണ്ടോ? 400 ദിവസത്തെ പണി വരുന്നുണ്ട്. ആ, അത് ഇത് എന്തോരം ഇതാവുമ്പോഴാണ് വെച്ച് കഴിഞ്ഞിട്ട് എന്തോരം ആവുമ്പോൾ കൊലക്കണേ? 7 മാസം വേണം തേനി. 7 മാസം കൊല വരണെങ്കിൽ 7 മാസത്തില് തുടങ്ങുള്ളൂ. ആ, അതൊരു 10 മാസം വരെ ആയാലും കുറച്ച് ഇരുന്നില്ല. ആ, ഓ, അപ്പൊ നമ്മുടെ ഇതില് ഉള്ള കൂട്ടത്തിലുള്ള ഏറ്റവും വലിയ കൃഷിക്കാരനാണ് അപ്പൊ നീ. ആ, നിന്റെ പോലത്തെ കൃഷിയൊന്നും ആരും ചെയ്യണില്ല. വന്ന സമയത്തേ മഴയില്ലാഞ്ഞ് നന്നായി, അല്ലെ മൊബൈൽ പുറത്ത് പോലും എടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ വർഷം മുതലാണ് ഇത് ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങിയത് അല്ലേ? പക്ഷെ സ്ഥലം ഇവിടെ വന്നത് ഇത് അല്ലേ? ആ, അപ്പൊ അതിന് മുന്നേ എവിടെയായിരുന്നു ചെയ്തേർന്നെ? മാരാക്കി ഭാഗങ്ങളില് അങ്ങനെ ലീസിനെടുക്കും. അപ്പൊ ഇത് എങ്ങനെയാണ്? എത്ര ഒരു? ആ, ശരി, പുതിയ പറമ്പ് വേണം. ആ, ഇതിപ്പോ ആ, പിന്നെ അത് ആ ഒരു പറമ്പില്. ഓയ് വരിക. പുഴയുടെ പേരെന്താ? ഇത് ഡാമിന്ന് പറഞ്ഞ പുഴയാണോ? ആ, അത് ശരി. അപ്പം നേന്ത്രവാഴത്തോട്ടത്തിൽ നിന്ന് ബാബുവിൻ്റെ പടവലവും പാവലിലേക്ക് പോകണമെങ്കിൽ ഇതേ ഇങ്ങനെ പുഴ കിടക്കണം. മണലിപ്പുഴ കടന്നിട്ട് വേണം പോകണമെങ്കിൽ. ഇത് ഭയങ്കരമായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കിടക്കാൻ ബുദ്ധിമുട്ടാണ്. എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ അല്ല, ഈ ഒരപ്പങ്കട്ടിലേക്ക് പോകുന്നത് ഈ റൂട്ടല്ലേ? ഇത് റോഡുള്ള കാരണം നമുക്കിപ്പോൾ കൃഷി ചെയ്ത് സാധനം കയറ്റി വെച്ച പോവാ. ആ, നമ്മൾ നിങ്ങൾക്ക് ഇങ്ങനെ ആദ്യമായിട്ട് വരുമ്പോൾ നമുക്ക് നിങ്ങൾക്ക് അങ്ങനെ തോന്നിക്കുന്ന ഒരു ഫീലാണ്. ഈ ചേച്ചിയുടെ ഇവരുടെ പേരെന്താ? ഇവരുടെ പേര് തലേന്ന് മറ്റേ കറുപ്പത്ത് ഓർത്തിരിക്കുന്നത് തങ്കമണി. ഇത് സുനിത. അല്ല, കഠിനാധ്വാനം തന്നെ. എല്ലാവരും നല്ലോണം പണിയെടുക്കണം. അപ്പോൾ എന്നാ ശരി ബാബു. ഓക്കെ, ബൈ ബൈ.